ജിൻഷാദ് രാഷ്ട്രീയമായ ഏതെങ്കിലും കാരണങ്ങളാലല്ല, മറിച്ച് വേദിയിൽ ഒരു കസേര കിട്ടാത്തതിന്റെ പേരിലാണ് സന്ദീപ് വാര്യർ പിണങ്ങി നിങ്ങളുടെ പാളയത്തിലേക്ക് വന്നത്. അപ്പോ രാഷ്ട്രീയം എന്തായാലും ഇതൊക്കെ കസേരകളുടെ കാര്യം മാത്രമാണ് എന്ന സന്ദേശം നിങ്ങൾ ജനങ്ങൾക്ക് കൊടുക്കുകയല്ലേ? ശ്രീ അഭിലാഷ്, സത്യത്തില് ഇതൊരു രാഷ്ട്രീയത്തില് ഇപ്പോ പാർട്ടി മാറുന്നത് ആദ്യത്തെ ഒരു കാര്യമല്ല. ഇതൊക്കെ രാഷ്ട്രീയത്തിൽ ഇങ്ങനെയൊക്കെയാണ് നടക്കുക എന്നാണോ? അല്ല, ഇത് സ്വാഭാവികമായി നടക്കുന്നതാണ്. പിന്നെ താങ്കൾ പറയുമ്പോൾ ഇവിടെ കസേര മാറി വന്നു എന്ന് താങ്കൾ പറയുന്ന ആ വാദത്തോടെ എനിക്ക് വിയോജിപ്പാണ്. സന്ദീപ് വാര്യർ BJP വിട്ട് കോൺഗ്രസിലേക്ക് വരുന്നത് എന്തിനു വേണ്ടിയാണ്? കോൺഗ്രസിന് ഇന്നിപ്പോൾ കേരളത്തിൽ ഈ സന്ദീപ് വാര്യരെ MLA ആക്കാൻ പറ്റത്തില്ല, MP ആക്കാൻ പറ്റത്തില്ല, ഒരു ബോർഡ് ചെയർമാൻ ആക്കാൻ പറ്റത്തില്ല. 1.5 വർഷം കഴിഞ്ഞ് നിയമസഭാ തെരഞ്ഞെടുപ്പല്ലേ? 1.5 വർഷം കഴിഞ്ഞിട്ടാണല്ലോ. ഇപ്പൊ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി കോൺഗ്രസ് വിട്ടുപോയ ആളാണ്. അദ്ദേഹത്തിന് ഇത് ഇവിടെ പരാജയപ്പെടുമ്പോൾ ബോർഡ് ചെയർമാൻ സ്ഥാനമാണ് കിട്ടാൻ പോകുന്നത്. അല്ലെങ്കിൽ BJPയിലേക്ക് പോകുന്ന ഇതിനു മുന്നേ പോയ അനിൽ ആന്റണിക്ക് സുഗലോലമായ ജീവിതവും പാർട്ടി പോസ്റ്റും കേന്ദ്രത്തിൽ ഉന്നതമായ അംഗീകാരങ്ങളും ലഭിക്കുമെന്ന് അദ്ദേഹത്തിന് ബോധ്യമുണ്ട്. കാരണം രാജ്യം ഭരിക്കുന്നത് BJP ആണ്. ഇവിടെ രാജ്യം ഭരിക്കുന്നത് കോൺഗ്രസ് അല്ല, സംസ്ഥാനം ഭരിക്കുന്നത് കോൺഗ്രസ് അല്ല. സന്ദീപ് വാര്യർ വന്നത് വെറുപ്പിന്റെ കമ്പോളത്തിൽ നിന്നും സ്നേഹത്തിന്റെ കടയിലേക്കാണ്. വർഗീയത കണ്ടു മടുത്തിട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം കോൺഗ്രസിലേക്ക് വന്നത്. ശരി, ഓക്കെ.